മലയാളികളുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രൻ യാത്രയായി. മലയാളികൾക്ക് നിറയെ കൈ നിറയെ സമ്മാനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. മലയാളികൾക്ക് തീരാ നഷ്ടം. മലയാള സിനിമയ്ക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു വിടവ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നല്ല ഒരുപിടി ഗാനങ്ങൾ അത് മാത്രം മതി അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഓർക്കാൻ. എന്നാലും ആ അതുല്യ കലാകാരൻ നമ്മളെ വിട്ട് പോയി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തീർത്താൻ തീരാത്തൊരു സങ്കടം ഉണ്ടാകും. കാരണം അത്രയ്ക്ക് മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം ആലപിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ സങ്കടക്കടലാകുന്നത്. ആ നിത്യവിസ്മയനാദം നിലച്ചിരിക്കുക. അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത സ്വരം മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ലളിതസുന്ദര സ്വരമാധുര്യമായി 5 പതിറ്റാണ്ട് ആയിരക്കണക്കിന് പാട്ടുകൾ പാടിത്തീർത്ത് 81 വയസ്സിൽ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. സിനിമകളിലും ലളിതഗാനത്തിലും ഭക്തിഗാനത്തിലും ആ സ്വരം തരംഗമായിരുന്നു. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കിയ ജയചന്ദ്രനോളം തമിഴിൽ ശോഭിച്ച മറ്റൊരു മലയാളി ഗായകനില്ല. മലയാളത്തിലും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും ആ സ്വരം ഭാഷ അതിർത്തി ലംഘിച്ച് ആരാധകരെ സൃഷ്ടിക്കുകയായിരുന്നു. മലയാളികൾക്ക് എന്നും എപ്പോഴും പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും കൂട്ടായി ആ ശബ്ദമുണ്ടായിരുന്നു. മലയാളികളുടെ ഗൃഹാതി ശബ്ദമായിരുന്നു പി ജയചന്ദ്രന്റെ പാട്ടുകൾ. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം 6 തവണയും ദേശീയ അവാർഡ് 1 തവണയും അദ്ദേഹത്തെ തേടിയെത്തി. തമിഴിൽ കിഴക്ക് ചീമയിലെ എന്ന സിനിമയിലെ ഗാനത്തിന് 1994 മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ കൈലാമാമണി പുരസ്കാരം എന്ന വലിയ അംഗീകാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1944 മാർച്ച് 3 എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയാൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ 3ാമനായി ജയചന്ദ്രൻ ജനിച്ചത്. 1958 സംസ്ഥാന യുവജനമേളയിൽ പങ്കെടുക്കവേ ജയചന്ദ്രൻ തന്റെ സമകാലികനായ യേശുദാസിനെ കണ്ടുമുട്ടുകയും മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസ് നേടിയപ്പോൾ അതേ വർഷം മികച്ച മൃദംഗ വിദ്വാനുള്ള പുരസ്കാരം നേടുകയും ചെയ്തു. അദ്ദേഹം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദം നേടി 1966 ചെന്നൈയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി വർക്ക് ചെയ്തു. അതേ വർഷം കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരം നാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴലിൽ മഞ്ഞലിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത്. ആ ഒരൊറ്റ ഗാനത്തോടെ ജയചന്ദ്രന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ ജയചന്ദ്രനെ മലയാളികൾ സ്നേഹത്തോടെ വിശേഷിപ്പിച്ചിരുന്നത് ഭാവഗായകൻ എന്നാണ്. ചിദംബരനാഥിൽ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെ ഗാനങ്ങളിൽ ആലപിക്കാൻ ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിന്. പി ഭാസ്കറിനും വയലാറും മുതൽ പുതിയ തലമുറയിലെ BK ഹരിനാരായണൻ വരെയുള്ള കവികളുടെ വരികൾക്ക് ആ ശബ്ദത്തിലൂടെ ജീവൻ തുടിച്ചു. രാസാത്തി തന്നെ കാണാതെ ശബ്ദതരംഗമായി തമിഴ് സിനിമ അദ്ദേഹം കീഴടക്കി. ഉദ്യോഗസ്ഥനിലെ അനുരാഗ ഗാനം പോലെ CID നസീറിലെ നിൻമണിയറയിലെ പ്രേതങ്ങളുടെ താഴ്വരയിലെ മലയാള ഭാഷതൻ മാതംഗ ഭംഗി, ഉമ്മാച്ചുവിലെ ഏകാന്ത പന്തികൻ ഞാൻ, മായായിലെ സന്ധിക്കെന്തിന് സിന്ദൂരം, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ ചന്ദനത്തിൽ കളഞ്ഞെടുത്തൊരു, അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാനാവാത്ത 100 കണക്കിന് ഗാനങ്ങൾ ജയചന്ദ്രന്റെ സ്വരമാധുരയിൽ പുറത്തു വന്നിരുന്നു. 1986 ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ ശരണ്യ വിഭു എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരവും എത്തി. 5 തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത്. 1972 പണിതീരാത്ത വീട് എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ, 1978 ബന്ധനത്തിന്റെ രാഗം ശ്രീരാഗം, 2000 നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി, 2004 തിളക്കത്തിലെ നീ ഒരു പുഴയായി, 2015 ജിലേബിയിലെ ഞാനൊരു മലയാളി, എന്നും എപ്പോഴുമിലെ മലർവാക കൊമ്പത്തെ, എന്നും നിന്റെ മൊയ്തീനിലെ ശാരദാംബരം എന്നീ ഗാനങ്ങളായിരുന്നു അവ. 1994 കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ജയചന്ദ്രൻ സ്വന്തമാക്കി. തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 1997 തമിഴ്നാട് സർക്കാരിന്റെ കൈലേമാമണി അവാർഡിനും അദ്ദേഹം അർഹനായി. 2021 കേരളം അദ്ദേഹത്തെ JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറയുകയും ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും മറക്കാനാവാത്ത നിത്യവിസ്മയമായിരുന്ന നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ ഗായകന് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം.